ഒരു മിനിറ്റിനിടയിൽ കിച്ചണിൽ നടന്ന ഒരു ചെറിയ സംഭവമുണ്ട്. ചെറിയ ഒരു നിമിഷത്തേക്ക് നടന്ന ഒരു സംഭവമാണ്. അതിൻ്റെ കൂടെ മറ്റൊരു കാര്യം കൂടി ഞാനൊന്ന് പറഞ്ഞേക്കാം. ഏതായാലും ജിസേലിനോട് അനുമോൾക്ക് അസൂയ എന്ന് പറഞ്ഞ് നടന്നതൊക്കെയാണല്ലോ എല്ലാവരും. പക്ഷെ അത് അസൂയയാണോ അതോ നിയമം ലംഘിച്ചു എന്നുള്ള ഒറ്റ പേരിലും പിന്നെ അതുപോലെ തന്നെ എല്ലാവരും മൊണ്ണകളെ പോലെ കുറച്ച് മോഡേൺ ആയിട്ടൊരു പുതിയൊരു സ്ത്രീ, അതായത് മലയാളി അല്ലാത്ത ഒരു മോഡേൺ ആയിട്ടൊരു ലേഡി വന്നപ്പോഴത്തേക്ക് എല്ലാവരും പിന്നാലെ പോയി എന്ന ഒരു ആരോപണമാണോ? പിന്നെ കുറച്ചൊക്കെ അനുമോൾക്കൊരു കുലസ്ത്രീ പരിവേഷമൊക്കെ ഉണ്ട്. പക്ഷേ അത് പറഞ്ഞ പല സ്ഥലങ്ങളും തെറ്റായി പോയില്ല. അതായത് ഇപ്പൊ ഈ മൊണ്ണപ്രയോഗം ഒരു കുലസ്ത്രീ ആയതുകൊണ്ട് തോന്നിയതാണെന്ന് നമുക്ക് പറയാം. പക്ഷേ അതൊരു തോൽവി ആയില്ല, അതൊരു സത്യമായിരുന്നു. പിന്നെ ജിസേലിനെ സംബന്ധിച്ചിടത്തോളം ജിസേൽ പലതവണ ശ്രമിച്ച ഒരു കാര്യം എന്ന് വെച്ചാൽ അനുമോൾക്ക് തന്നോട് അസൂയാണ്, കുറച്ച് ഹൈറ്റ് ഉണ്ടായതുകൊണ്ട്, തൊലിവെളുപ്പ് ഉണ്ടായതുകൊണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുവാണെങ്കിൽ ഒരു മേക്കപ്പും ഇല്ലാതെ അനുമോളെ കാണാൻ നല്ല ഭംഗിയാണ്. ജിസേലിനെ ആ ഒരു തരത്തിൽ വെച്ച് നോക്കുവാണെങ്കിൽ ജിസേൽ ശരിക്കും പറഞ്ഞാൽ ഉഡായിപ്പാണ്. അത് വേറൊന്നും കൊണ്ടല്ല, ആളുടെ പുറത്തുള്ള ഒറിജിനൽ ആ ഒരു കുറച്ച് വർഷത്തിന് മുന്നേ ഉള്ള ഫോട്ടോസ് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, നമുക്ക് ആ വിഷയമല്ല. കിച്ചണിൽ ഒരു സിറ്റുവേഷൻ ഉണ്ടായി. വേറൊന്നുമല്ല, അനുമോള് ടിഷ്യൂ പേപ്പർ ആണെന്ന് തോന്നുന്നു മുഖത്തിങ്ങനെ കുറച്ചിങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് അതിങ്ങനെ വെച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ആര്യൻ ഇത് കണ്ടിട്ട് ആര്യൻ അത് അനുമോൾക്ക് വേണ്ടിയിട്ട് ശരിയാക്കി കൊടുക്കുന്നുണ്ട്. ആര്യന്റെ ശരിയാക്കൽ അത്ര പിടിക്കുന്നില്ല എനിക്ക്. കാരണം എന്ന് വെച്ചാൽ അതൊരു ലവ് ട്രാക്കിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമമാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. അല്ലെങ്കിൽ ജിസേലിന്റെ മുന്നിലോ നെവിന്റെ മുന്നിലോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെയൊക്കെ മുന്നിൽ ഒരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ അനുമോളെ യൂസ് ചെയ്യുകയാണ് ആര്യൻ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇനി ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും അത് അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ഞാൻ മാറ്റി പറഞ്ഞോളാം. പക്ഷെ സ്റ്റിൽ നൗ ഇപ്പം വരെയുള്ളൊരു കേസ് എടുക്കുകയാണെങ്കിൽ അനുമോളെ മനഃപൂർവ്വം കൂടെ നിന്ന് അനുമോളുടെ മുന്നിൽ നിൽക്കുമ്പോൾ അനുമോള് നല്ലത്, അനുമോൾ അങ്ങോട്ട് മാറുമ്പോൾ അനുമോളെ കുറിച്ച് ചീത്ത വിളിക്കുന്ന അല്ലെങ്കിൽ കുറ്റം പറയുന്ന ഒരു വ്യക്തിയാണ് ആര്യൻ. ജിസേലിന് വേണ്ടിയുള്ള എന്തോ കറി ഉണ്ടാക്കുന്നു. അപ്പൊ അനുമോൾ ഈ മുഖത്ത് ഈ വെള്ള കളറിൽ ടിഷ്യൂ പേപ്പർ എന്തോ വെള്ളം നനച്ചിങ്ങനെ വെച്ചോണ്ട് വരുമ്പോൾ ആര്യൻ അത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അത് അനുമോൾക്ക് മുഖത്തത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നോക്കാതെ തിരിഞ്ഞു നിന്ന് കുക്കറിലെ കറി ഇങ്ങനെ ഇരിക്കുന്ന നമ്മുടെ ജിസേലിന്റെ ഫേസ് എക്സ്പ്രഷൻ ആണ്. ശരിക്കും പറഞ്ഞാൽ അത് ഫോട്ടോയിൽ എത്ര നിങ്ങൾക്ക് ക്ലിയർ ആകും എന്ന് എനിക്കറിയത്തില്ല. ജിസേലിനെ അത് തീരെ പിടിക്കുന്നില്ല. അപ്പൊ ജിസേൽ ആണെങ്കിൽ മുടി ഒരു റെഡ് കളറുള്ള റിബൺ വെച്ച് ഇങ്ങനെ പൊക്കി കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പം ജിസേല് ഉടനെ നെവിനെ നെവിൻ ഇതൊന്ന് ശരിയാക്കി തരുമോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. നെവിൻ തൊട്ടടുത്തുണ്ട്, പക്ഷെ നെവിൻ മൈൻഡ് ചെയ്തില്ല. നെവിൻ അങ്ങോട്ട് ചെന്നില്ല. ജിസേല് തന്നെ സ്വന്തമായിട്ട് മുടി ശരിയാക്കുന്നുണ്ട്. ജിസേല് നെവിൻ ഇതൊന്ന് ശരിയാക്കി തരുമോ എന്ന് വിളിച്ചത് സത്യത്തിൽ ആര്യൻ കേൾക്കാനാണെന്ന് എനിക്ക് തോന്നി. ആര്യൻ പക്ഷെ അത് മൈൻഡ് ചെയ്തില്ല. ആര്യൻ അനുമോളടുത്ത് തന്നെ നിൽക്കുകയാണ്. ഒരു പക്ഷേ ഈ അനുമോളിനെ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യം, അനുമോളും ആര്യനും തമ്മിലൊരു ലവ് ട്രാക്ക് വരട്ടെ എന്ന് പറഞ്ഞ് ദയവ് ചെയ്തിട്ട് ആ ഒരു ലെവലിലേക്ക് ചിന്തിക്കരുത്. ജിസേലും ആര്യനും ഒത്തുകളിച്ച് ആര്യൻ മനഃപൂർവ്വമായിട്ട് അനുമോളുടെ വോട്ട് കളയാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആ ഒരു അനുമോളുടെ കൂടി പ്രേക്ഷക സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടോ ശ്രമിക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനൊരു സീൻ അവിടെ നടന്നു. പിന്നെ ഇന്ന് രാവിലെ മറ്റൊരു കാര്യം ഉണ്ടായി. അതും ഇതേണൊക്കെ ഒരു ചെറിയ കാര്യം മാത്രമായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് കൂടുതൽ അതിനെക്കുറിച്ച് ടോപ്പിക് എടുക്കാൻ. അതായത് നമ്മുടെ അനുമോള് ഇപ്പൊ ഇട്ടിരിക്കുന്ന ആ ഒരു ഡ്രസ്സിന്റെ ഒരു ഷോൾഡർ ഒന്ന് ഇച്ചിരി ഇറക്കിയിട്ടിട്ട് ആ ഒരു ഇന്നർ ജസ്റ്റ് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അത് നല്ല ഭംഗിയുണ്ട്. എനിക്കത് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട്. വൃത്തികേടൊന്നുമില്ല. അതൊരു മോഡേൺ ഡ്രസ്സിന്റെ ഒരു സ്റ്റൈലൊക്കെ വരുന്നുണ്ട്. എന്നും ഇതൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കുന്ന അവർക്കത് ചെയ്യുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ഇനി അതല്ലെങ്കിലും അങ്ങനെയൊക്കെ ഡ്രസ്സ് സ്റ്റൈൽ ചെയ്യുന്നത് ഒരു നല്ല കാര്യമാണ്. അതൊരു ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു ലെവലാണ്. അപ്പം ഇത് കണ്ടിട്ട് അനുമോൾ ഇത് ചെയ്യുന്നത് കണ്ടിട്ട് നെവിന്റെ ഷോൾഡർ എടുത്തിട്ട് ശാരികയ്ക്ക് മുന്നിലും ആദില നൂറയുടെ ഒക്കെ മുന്നിൽ ഇങ്ങനെ ഇറക്കിയിട്ടിട്ട് അല്ലേ ഇതാണ് അനുമോളുടെ പുതിയ സ്റ്റൈല്, മോഡേൺ കുലസ്ത്രീയാണ്. ആ ഒരു വാക്കാണ് നെവിൻ ഉപയോഗിക്കുന്നത്, മോഡേൺ കുലസ്ത്രീ എന്നൊക്കെ നെവിൻ പറയുന്ന ഒരു കാര്യമുണ്ട്. അതും ഈ പറഞ്ഞ ജിസേലിനോടുള്ള ഒടുക്കത്തെ സപ്പോർട്ടും ഒടുക്കത്തെ മൊണ്ണയുമാണ് നെവിൻ എന്നുള്ളതിൻ്റെ ഒരു 100% ഷുവർ ആയിട്ടുള്ളൊരു കാര്യമാണ്. ജിസേൽ ഇടുന്ന ഡ്രസ്സ് ജിസേലിന്റെ ഇഷ്ടമാണ്. ജിസേല് ഇപ്പോൾ ബിഗ് ബോസ് കൊടുത്ത ഡ്രസ്സ് വരെ നന്നായിട്ട് സ്റ്റൈൽ ചെയ്തിട്ടാണ് ജിസേൽ ഇടുന്നത്. ജിസേൽ ഇടുന്നത് കണ്ടിട്ട് ഇൻസ്പയർ ആയതാണെങ്കിലും അല്ലെങ്കിലും അനുമോക്കും അത് ഇടുന്നതിന് എന്താ കുഴപ്പം? അപ്പൊ അതുകൊണ്ട് അതൊരു വലിയ വിഷയമാക്കേണ്ട കാര്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷെ ബിഗ് ബോസിനകത്ത് ഈ നെവിൻ ഇവരെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നെവിനും അറ്റ് ദ സെയിം ടൈം ജിസേലും സ്റ്റിൽ നൗ ഇപ്പോഴും ഈ മേക്കപ്പ് ഐറ്റംസും അതുപോലെ തന്നെ ലിപ് ബാം ഇതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്.
അത് ഞാൻ ഇനി അറിയാഞ്ഞതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. ബിഗ് ബോസ് അങ്ങനെ അനുവാദം കൊടുത്തിട്ടുണ്ടോ? ട്രീറ്റ്മെന്റ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ലിപ്പ് ഡ്രൈ ആവുന്നത് കൊണ്ട് ലിപ് ബാം യൂസ് ചെയ്യാം, മുഖം ഡ്രൈ ആവുന്നത് കൊണ്ട് ക്ലെൻസർ ഒക്കെ യൂസ് ചെയ്യാം, അങ്ങനെ വല്ലതും കൊടുത്തിട്ടുണ്ടോ? എനിക്കറിയില്ല. ഏതായാലും ശരി, ഇവർ രണ്ടുപേരും അവിടെ നിന്ന് നന്നായിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്യുന്നതും ഇന്നത്തെ എപ്പിസോഡിൽ, ഇന്നത്തെ ലൈവിൽ എടുത്തു കാണിക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും ശരി, ആര്യൻ, അനുമോള്, ജിസേല്, നെവിൻ, ഇവർ 4 പേരും കൂടെ ഒരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് വഴിയേ അറിയാം ഇതിൻ്റെയൊക്കെ ഇപ്പൊ ഈ നടക്കുന്നതിൻ്റെയൊക്കെ പൊട്ടിത്തെറി 2 ദിവസം കഴിയുമ്പോഴായിരിക്കും സംഭവിക്കുക. ഏതായാലും നിങ്ങളൊക്കെ ഇത് ലൈവിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെയൊക്കെ അഭിപ്രായം പറയുക. അതുപോലെ സീരിയൽ ഗ്രാൻഡ്മ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ ഞാൻ പോയേച്ചു വരാം. ബൈ.